ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ജീൻസിന് ഇടാൻ പറ്റിയ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഷോൾഡർ സ്ട്രാപ്പ് വരുന്ന മോഡലാണ്. പിന്നെ കൗൾ നെക്ക് വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഇങ്ങനെ കേളി ആയിട്ട് നെക്കിൻ്റെ അവിടെ ചുരുങ്ങി കിടക്കുന്ന നെക്കാണ്, അതിനാണ് കൗൾ നെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ സ്ട്രാപ്പ് വരുന്ന മോഡലാണ്. അപ്പോൾ നമുക്ക് ഇന്നർ യൂസ് ചെയ്തിട്ട് സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു പേപ്പറിൽ നമ്മുടെ മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് എടുക്കാം. നമ്മൾ സാധാരണ എടുക്കുന്നത് ഇതൊരു സ്മോൾ സൈസിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു 6 ഇഞ്ച് ഷോൾഡർ, 6 ഇഞ്ച് ആം ഹോള്, പിന്നെ ഷേപ്പ് ലെങ്ത്ത്, അവിടെ ഷേപ്പിൻ്റെ വണ്ണം, ചെസ്റ്റിൻ്റെ അളവ്, ചെസ്റ്റിൻ്റെ അവിടെ ഞാനൊരു 10 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഷേപ്പ് ലെങ്ത്ത് ഒരു 14 ഇഞ്ച് കൊടുത്ത് അവിടെ വണ്ണം ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നോർമൽ ഒരു കുർത്തി കട്ട് ചെയ്യുന്ന രീതിയിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ട്രാപ്പ് വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ ഷോൾഡറിൽ, അതിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 5 ഇഞ്ച് നീളമുള്ള സ്ട്രാപ്പാണ് ഞാൻ വെക്കുന്നത്, അത് അടയാളപ്പെടുത്തി കൊടുത്തു. പിന്നെ എത്ര ഇഞ്ച് അകലത്തിലാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന സ്ട്രാപ്പ് വെക്കാൻ ഉള്ള അകലം എത്രയാണ് എടുക്കുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്ട്രാപ്പിൻ്റെ വിഡ്ത്ത് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് വീതിയുള്ള സ്ട്രാപ്പാണ് നമ്മൾ എടുക്കുന്നത്. ആ വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ സ്ട്രാപ്പിന് ഉള്ള ഡ്രസ്സ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് തുണി വേസ്റ്റായി പോകാതിരിക്കാനാണ് ഞാൻ ഈ പേപ്പറിൽ കട്ട് ചെയ്തത്. നമ്മൾ 5 ഇഞ്ച് ലെങ്ത്ത് എടുക്കുന്നതിന് നമുക്ക് 1/2 ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പ് എക്സ്ട്രാ വേണം. അപ്പോൾ ഒരു 4.5 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, മാർക്ക് ചെയ്തതിൽ നിന്ന് 1/2 ഇഞ്ച് കയറ്റി വെട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 25 ഇഞ്ചാണെങ്കിൽ ഒരു അടിമടക്കിയൊക്കെ അടിക്കണമല്ലോ. അപ്പോൾ 27 ഇഞ്ച് 2 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി നമുക്ക് മാർക്ക് ചെയ്തിട്ട് 4.5 ഇഞ്ച് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. നമ്മുടെ സ്ട്രാപ്പിൻ്റെ ലെങ്ത്താണ്. അത് മാർക്ക് ചെയ്തിട്ട് ആ പൊസിഷനിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത പേപ്പർ വെച്ച് കൊടുത്ത് നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ആദ്യം കട്ട് ചെയ്യുന്നത് ബാക്ക് ബോഡി പാർട്ടാണ് കേട്ടോ. ഇനി ഇതിന് ശേഷമാണ് ഫ്രണ്ടിൻ്റെ കട്ടിങ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഷേപ്പിൻ്റെ അവിടം വരെയുള്ള ഒരു അളവ് കിട്ടിയാൽ മതി. അപ്പോൾ പേപ്പർ ഫുൾ ലെങ്ത്തിൽ വേണമെന്നില്ല, ഇതുപോലെ കുറച്ച് ലെങ്ത്തിൽ മതിയാവും കേട്ടോ. പേപ്പറിന് ഒത്തിരി ലെങ്ത്ത് വരുന്നില്ലല്ലോ. ഇനി ഫ്രണ്ട് പോർഷൻ വെട്ടുന്നതിലാണ് നമുക്ക് കുറച്ച് വ്യത്യാസമുള്ളത്. ഒരു 3-4 ഇഞ്ച് മുകളിൽ നിന്ന് എക്സ്ട്രാ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ മാർക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ 27 നിന്ന് 4.5 ഇഞ്ച് കുറച്ചിട്ടുള്ള മാർക്കിങ് ഇവിടെ കൊടുത്താൽ മതിയാകും. അപ്പോൾ അതിങ്ങനെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മുടെ പീസ് ഉണ്ടല്ലോ, നമ്മൾ ബാക്ക് പീസ് വെട്ടിയ പേപ്പർ പീസ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിൻ്റെ ചെസ്റ്റിൻ്റെ അവിടെയുള്ള പോയിൻ്റ് ഉണ്ടല്ലോ, നമ്മൾ ഈ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്ന അളവുണ്ടല്ലോ, ആ പോയിന്റിൽ നേരെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക പേപ്പർ. നമുക്ക് ചെസ്റ്റ് അളവ്, നമുക്ക് നെക്കിൻ്റെ പോർഷൻ ഇവിടെ കുറവാണ് വരുന്നത്, മുകളിൽ സ്ട്രാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ചെസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് ആ പോർഷനിൽ അറ്റം വരെ കട്ട് ചെയ്തെടുക്കുക. തുമ്പ് കട്ട് ചെയ്ത് മാറ്റരുത്, വിട്ടു പോകാതെ ആ പീസ് അവിടെ തന്നെ വേണം. നമുക്കിതൊന്ന് വളച്ച് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ തുമ്പ് വരെ ഒന്ന് വെട്ടി കൊടുത്തിട്ട് ഈ ചെസ്റ്റിനോട് ചേർന്നിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ നമ്മൾ നേരെ കട്ട് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ നമ്മുടെ മടക്ക് വരുന്നുണ്ടല്ലോ, സെൻറ്ററിൽ 2ആയിട്ട് മടക്കിയിട്ടാണല്ലോ നമ്മൾ പീസ് ഇടുന്നത്, ആ പീസിനോട് ചേർത്ത് വയ്ക്കുക. നമുക്ക് ബാക്കിയുള്ള പോർഷനാണ് നമ്മൾ മുകളിലേക്ക് ഒന്ന് എക്സ്ട്രാ, നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോർഷൻ ഇവിടം വരെ സ്ട്രെയിറ്റ് ആയിട്ട് സെൻട്രൽ പോർഷനിൽ ഒരേപോലെ തന്നെ വയ്ക്കുക. അതിനുശേഷം ഈ ചെറിയ പീസ് വരുന്നതാണ് മുകളിലേക്ക് ഇതുപോലെ വളച്ച് നമ്മൾ കൊടുക്കുന്നു. ആ വളച്ച് കൊടുക്കുന്ന എക്സ്ട്രാ വരുന്ന നമ്മുടെ മെറ്റീരിയൽ വരുന്നുണ്ടല്ലോ, ആ മെറ്റീരിയലാണ് നമുക്ക് ഫ്രണ്ടിൽ കേളായിട്ട് ഇങ്ങനെ കർവായിട്ട് ചുളുങ്ങി കിടക്കുന്നത്. അപ്പോൾ ഒരു 4 ഇഞ്ച് ഏറ്റവും കുറഞ്ഞത് വേണം. 4 മുതൽ 6 വരെ ഇഞ്ചസ് നമുക്ക് എടുക്കാം. ഇവിടെ സ്ട്രാപ്പ് വരുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് അതിന് താഴത്തേക്കാണ് ഈ കർവ് ആയിട്ടുള്ള പോർഷൻ വരുന്നത്. അതുകൊണ്ട് ഞാൻ 4 ഇഞ്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളൂ. നമുക്ക് നെക്കൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 6 ഇഞ്ചൊക്കെ വരെ നമുക്കിതുപോലെ എക്സ്ട്രാ എടുത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ, നെക്കായിട്ട് വരുന്നൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം. ഇത് ഷോൾഡർ സ്ട്രാപ്പ് വരുന്നതുകൊണ്ട് ഈ പീസ് ഇതുപോലെ എക്സ്ട്രാ വരച്ച് കൊടുത്തിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. സൈഡൊക്കെ സാധാ പോലെ തന്നെ, നെക്കിൻ്റെ പോർഷനിൽ മാത്രമാണ് ചെറിയ ഡിഫറൻസ് ഉള്ളൂ.
ഇനി നമുക്ക് സ്ട്രാപ്പ് വെച്ച് കൊടുത്ത് ഷോൾഡറിൻ്റെ ഭാഗവും ആം ഹോളിൻ്റെ ഭാഗമൊക്കെ തയ്ച്ച് മറിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സെയിം മെറ്റീരിയൽ തന്നെ കുറച്ച് ഭാഗം ആ സെയിം അളവിൽ തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു 2-3 ഇഞ്ചോ എക്സ്ട്രാ ചെസ്റ്റിൻ്റെ അങ്ങോട്ട് ഇറങ്ങി കിടന്നാൽ മതി കേട്ടോ. ഇത് ചെറിയ കട്ട് പീസ് ഇവിടെ കിടന്നാണ്. ബനിയൻ ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. ഇതുപോലെയുള്ള നെക്കൊക്കെ ചെയ്യുമ്പോൾ ബനിയൻ ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇങ്ങനെ നമുക്ക് ഒഴുകി കിടക്കുന്ന സൈസ് മെറ്റീരിയലായിരിക്കും ഇങ്ങനെയുള്ള മോഡൽ ചെയ്യുന്നതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് നെക്കിന് ചെയ്ത പോലെ തന്നെ ബാക്ക് നെക്കിനും അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഷോൾഡറിൽ വെക്കാനുള്ള സ്ട്രാപ്പ് വേണം. അപ്പോൾ നമ്മൾ 5 ഇഞ്ച് ലെങ്ത്താണ് നെക്കിന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ 1 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് ബനീനായതുകൊണ്ട് വലിഞ്ഞു വരും. അപ്പോൾ 1/2 ഇഞ്ചൊക്കെ എക്സ്ട്രാ ഇട്ടാൽ മതിയാവും കേട്ടോ. പിന്നെ നമുക്ക് അടിച്ച് മറിച്ചെടുക്കാൻ അപ്പോൾ നമുക്ക് വേണ്ടുന്ന സ്ട്രാപ്പിൻ്റെ ഇരട്ടി വീതി എടുക്കണം. അതിന് വേണ്ടുന്ന തയ്യൽ തുമ്പും എടുത്തിട്ട് അതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ബനീനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴും കുറച്ച് ലെങ്ത്ത് കൂടിപ്പോവും. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തയ്ച്ച് മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ലെങ്ത്ത് അതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 2 സ്ട്രാപ്പും നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് തയ്ച്ച് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ പോർഷനാണ് അടിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ആം ഹോളിൻ്റെ അവിടെ നിന്ന് തൊട്ട് നമ്മൾ എക്സ്ട്രാ ഒരു പീസ് കട്ട് ചെയ്തെടുത്തല്ലോ സെയിം ഷേപ്പിൽ തന്നെ ആ പീസ് വെച്ച് കൊടുത്തിട്ട് തയ്ച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ തയ്യൽ തുമ്പിട്ട് തയ്ച്ചെടുക്കുക. പിന്നെ ആം ഹോൾ തീർന്ന് നെക്കിൻ്റെ ആ സ്ട്രെയിറ്റ് പോർഷനിലേക്ക് വരുന്ന ആ പോർഷനിൽ നമ്മൾ ഈ സ്ട്രാപ്പ് വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആം ഹോൾ തീർന്നിടത്തിൽ ഒന്ന് കുത്തി നിർത്തിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചെടുക്കുക. പിന്നെ സ്ട്രാപ്പ് വെക്കുമ്പോൾ ഒന്ന് കെട്ടിയിട്ട് തയ്ച്ചെടുക്കുന്നത് നല്ലതായിരിക്കും, ആ സ്ട്രാപ്പ് സ്ട്രോങ് ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങേ അറ്റത്ത് വരുമ്പോഴും മറ്റേ സൈഡിലുള്ള സ്ട്രാപ്പും വെച്ച് കൊടുത്ത് കർവ് വരുന്നോടം വരുമ്പോൾ കുത്തി നിർത്തി ബാക്കി ആം ഹോൾ വളച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ കർവ് വരുന്ന പോർഷനൊക്കെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ആ സെൻറ്റർ പോർഷനിൽ ഒരു കർവ് പോലെ കൂർത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ലെവൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആ കർവ് വരുന്നോടൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇത് ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്കിത് അറിയാൻ പറ്റില്ല, ഈ ഇട്ട് കഴിയുമ്പോഴാണ് ഇത് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം ബാക്കിന് സ്ട്രാപ്പ് അടുത്താണ് ഇരിക്കുന്നത്, ഇത് ഇത്തിരി അകന്നിരിക്കും പോലെ തോന്നും. അന്നേരമാണ് ഇത് ഇങ്ങനെ കുഴിവായിട്ട് കർവായിട്ട് തന്നെ അത് നമുക്ക് ഫീൽ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുത്ത പോലെ തന്നെ ബാക്ക് പോർഷനും ചെയ്തെടുക്കുക. അപ്പോൾ സ്ട്രാപ്പ് വളഞ്ഞു പോകാതെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചു കൊടുത്തിട്ട് ബാക്ക് പോർഷൻ്റെ ആ സ്ട്രാപ്പ് വരുന്ന പൊസിഷനിൽ ഈ പീസ് വെച്ച് കൊടുത്ത് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ഇതുപോലെ കെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്ട്രാപ്പ് വളഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് നൂലൊക്കെ ഊരിപ്പോകുന്ന മെറ്റീരിയലാണെങ്കിൽ ഈ ചെറിയ പീസ് എടുക്കുന്നതിൻ്റെ അരികെ മടക്കിയൊക്കെ അടിച്ചു കൊടുക്കണം. ഇതങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത ബനിയൻ മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ലോക്ക് ചെയ്തായാലും എടുത്താൽ മതിയാകും. ഇനി ഷോൾഡറിൻ്റെ അവിടെ വരുന്ന പോർഷനിൽ കെട്ടിയിട്ട് കൊടുത്ത് നേരെ തയ്ക്കുക. ഫ്രണ്ട് തയ്ച്ച പോലെ തന്നെ ആം ഹോളിൻ്റെ അവിടെ കർവും നമ്മൾ വളച്ച് തയ്ച്ചെടുക്കുക. ആ കർവ് വരുന്ന പൊസിഷനും പിന്നെ ആ സ്ട്രാപ്പ് വയ്ക്കുന്ന കോൺ ഭാഗം വരുന്നുണ്ടല്ലോ അവിടെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം മറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബോഡി പോർഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി സൈഡിൽ കൂടി ഒരു ചെറിയൊരു പണിയുണ്ട് ഇതിന്. അപ്പോൾ ഇതൊന്ന് മറിഞ്ഞ് വരുന്നതുകൊണ്ട് ഇച്ചിരി വെയിറ്റുള്ള ഒരു സൈസ് തുണിയായതുകൊണ്ട് ഞാനതൊന്ന് പതിച്ചും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് കയറിയും ഒരു സൈഡ് ഇറങ്ങി അങ്ങനെ ചെരിഞ്ഞൊരു രീതിയിലാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ബോഡി പോർഷനിലും ഇങ്ങനെ കർവ് പോലെ കുറച്ച് പ്ലീറ്റ് പോലെ ബോഡി പോർഷനിലും മെറ്റീരിയൽ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാനത് ചെയ്തെടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സൈഡ് ലെഫ്റ്റിലോ റൈറ്റിലോ എവിടെയാണോ നമുക്ക് കയറിയിരിക്കേണ്ടത് ആ പൊസിഷനിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴെ ഷേപ്പ് വരെ നമ്മളൊരു മാർക്കിങ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഷേപ്പ് വരെ തയ്ച്ചതിന് ശേഷം താഴത്തേക്ക് ഇതുപോലെ 2-3 പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഞാൻ 3 പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിഭാഗത്തെ പീസിലും മുകൾ ഭാഗത്തെ പീസിലും സെയിം നമ്മൾ ഇട്ട് കൊടുത്ത പോലെ തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ തയ്ക്കുന്ന സമയത്ത് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ പാടാന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക ഷേപ്പിൻ്റെ ആ പൊസിഷൻ്റെ താഴെ ഭാഗത്തേക്ക്. അങ്ങനെ ഒരു സൈഡിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ സൈഡൊന്ന് ജസ്റ്റ് കയറിയിരിക്കും. പിന്നെ നമ്മൾ സൈഡൊക്കെ അടിച്ച് കൂട്ടിയെടുത്തിട്ട് ഒന്ന് ലെവലൊക്കെ ചെയ്തിട്ട് ആ ഒരു സൈഡ് തന്നെ താഴത്തേക്ക് ഒന്ന് ചെരിച്ച് കൊടുത്താൽ മതി. ഒരു 3 ഇഞ്ചൊക്കെ മുകളിലേക്ക് കയറ്റി ചെരിച്ച് താഴത്തേക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് തയ്ച്ചിട്ട്
നമ്മൾ ആ ഓപ്പോസിറ്റ് സൈഡ് കയറ്റിറക്കമൊക്കെ വരുമല്ലോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ലെവൽ ചെയ്തെടുക്കുക. അതിന് ശേഷം വിടർത്തിയിട്ടിട്ടാണ് നമ്മൾ ചെരിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെരിച്ച് കൊടുക്കുമ്പോൾ ആദ്യം നമുക്ക് എത്ര വേണമെന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇട്ടൊക്കെ നോക്കുകയോ ഒക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനൊരു 3 ഇഞ്ചോളം കർവ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അടിഭാഗമൊക്കെ മടക്കി അടിച്ചെടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിമെയ്ഡ് ലുക്കിൽ തന്നെ ഇങ്ങനത്തെ കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇത് സ്റ്റിച്ച് ചെയ്യാൻ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോസും മോഡൽസൊക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.